ഇറാന്റെ മിസൈൽ ആക്രമണം വൻ നാശം വിതയ്ക്കുന്നതായി ഇസ്രായേൽ സൈന്യത്തിന്റെ റിപ്പോർട്ട്. ഇറാന്റെ മിസൈലുകളിൽ നട്ടം തിരിയുകയാണ് ഇസ്രായേൽ. ഇറാന്റെ മിസൈൽ ആക്രമണം വലിയ നാശം വിധിക്കുന്നതായാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം റിപ്പോർട്ട് നൽകുന്നത്. തൊടുക്കുമ്പോൾ ഒരു മിസൈലാണെങ്കിലും അത് ആകാശത്ത് വെച്ച് 100ഓളം ബോംബുകളായി മാറുകയാണെന്നും തുടർന്ന് പലയിടങ്ങളിലായി പതിക്കുന്നുവെന്നുമാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്. ടെൽ അവീവിൽ അടക്കം ഇറാൻ തൊടുത്ത മിസൈലുകളിൽ 50% ഇത്തരത്തിലുള്ളതായിരുന്നുവെന്നാണ് IDF ഉദ്യോഗസ്ഥരും വെളിപ്പെടുത്തിയത്. 10 കിലോമീറ്ററിനുള്ളിൽ നാശമുണ്ടാക്കാൻ ഇവയ്ക്ക് ശേഷിയുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. അതേസമയം തന്നെ സാധാരണ മിസൈലിലുള്ളതിനേക്കാൾ വീര്യം കുറഞ്ഞ സ്ഫോടക വസ്തുക്കളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്നും പക്ഷേ മിസൈൽ വീണാൽ ഗുരുതര നാശനഷ്ടമുണ്ടാകുമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഇറാന്റെ മിസൈലുകളെ ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധത്തിന് തടയാൻ കഴിയാത്തതും ഇതുകൊണ്ടാണെന്നും സൈന്യം വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസം മാത്രം 2 മിസൈലുകളാണ് ടെൽ അവീവിൽ വീണത്. ഇതാവട്ടെ ക്ലസ്റ്റർ മ്യൂണിഷനുകളുമായിരുന്നു. ഇന്നലെ 7 ഇടങ്ങളിലാണ് ഇത്തരം പൊട്ടിത്തെറികൾ ഉണ്ടായതെന്നാണ് ഇസ്രായേൽ പോലീസും സ്ഥിരീകരിക്കുന്നത്. ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളിൽ ഇതുവരെ 12 ഇസ്രായേൽ പൗരന്മാർ, അതിൽ 11 സാധാരണക്കാരും 1 സൈനികനുമാണ് കൊല്ലപ്പെട്ടത്. തൊടുക്കുമ്പോൾ ഒന്നും പതിക്കുമ്പോൾ 100 കണക്കിനുമായി ചിതറിത്തെറിച്ച് സ്ഫോടനം നടത്താൻ ശേഷിയുണ്ട് ഈ ബോംബുകൾക്ക്. പരമ്പരാഗത ബോംബുകളിൽ നിന്നും മിസൈലുകളിൽ നിന്നും വ്യത്യസ്തമായി വിശാലമായി ചിതറി വീഴുകയാണ് ഇവ ചെയ്യുന്നത്. വീഴുന്ന സ്ഥലത്ത് 100 മീറ്റർ മുതൽ കിലോമീറ്ററുകൾ വരെ ഇവ ഇത്തരത്തിൽ പതിക്കാം. ബാലിസ്റ്റിക് മിസൈലിൽ നിന്നോ വിമാനത്തിൽ നിന്നോ ഇവ വിക്ഷേപിക്കാം. ഒരു നിശ്ചിത ഉയരത്തിലും മർദ്ദത്തിലും എത്തിക്കഴിയുമ്പോൾ ഇത് തുറക്കുകയും ബോംബുകൾ ചിന്നിച്ചിതറുകയും ചെയ്യും. ബോംബുകൾ വീഴുന്നത് കാറ്റിന്റെ ദിശയ്ക്കനുസരിച്ചും ഗുരുത്വ ബലം അനുസരിച്ചുമാണ് എന്നതാണ് ഇതിനെ കൂടുതൽ വിനാശകാരിയാക്കുന്നത്. കൃത്യമായ ഒരു ലക്ഷ്യത്തിലേക്കല്ല, ഒരു പ്രദേശത്തിലേക്കായി പതിക്കുന്നതുകൊണ്ട് ജനവാസ മേഖലയിൽ വീണാൽ അത് അപകടം രൂക്ഷമാക്കും. ഇപ്പോൾ ഇറാന്റെ മിസൈലുകളിൽ നട്ടം തിരിയുകയാണ് ഇസ്രയേൽ. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.